നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിച്ചതിന് പിന്നിൽ കർണാടക ലോബിയാണെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിലൂടെ പാലക്കാടിൻ്റെയും കേരളത്തിൻ്റെയും വികസനം ഇല്ലാതാക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്നും MP. മുന്നറിയിപ്പുകളോ ചർച്ചകളോ ഇല്ലാതെ റെയിൽവേ ഡിവിഷൻ വിഭജിച്ചതിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും VK ശ്രീകണ്ഠൻ. ഷൊർണൂർ നഗരസഭയുടെ നിളയോര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്കായി ഭാരതപ്പുഴയോർത്ത് സജ്ജമാക്കിയ അമൃത 2.0 ചിൽഡ്രൻസ് പാർക്ക് തുറന്നുകൊടുത്തു. കുട്ടികൾക്കിനി ആസ്വാദനത്തിൻ്റെ നാളുകൾ. ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഉദ്ഘാടനം P. മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. ഓപ്പറേഷൻ തൂഫാൻ പരിശോധന. ഒലവക്കോട് പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 350 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് ഒലവക്കോട് റെയിൽവേ പോലീസും പാലക്കാട് RPFും എന്നിവയുടെ സംയുക്ത പരിശോധനയിൽ. വാർത്തകൾ വിശദമായി. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിച്ചതിന് പിന്നിൽ കർണാടക ലോബിയെന്ന് VK ശ്രീകണ്ഠൻ MP കുറ്റപ്പെടുത്തി. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിലൂടെ പാലക്കാടിൻ്റെയും കേരളത്തിൻ്റെയും വികസനം ഇല്ലാതാക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്നും MP പറഞ്ഞു. മുന്നറിയിപ്പുകളോ ചർച്ചകളോ ഇല്ലാതെ റെയിൽവേ ഡിവിഷൻ വിഭജിച്ചതിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും VK ശ്രീകണ്ഠൻ MP പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കണമെന്ന ആവശ്യം 2 വർഷം മുമ്പ് ഉയർന്ന സമയത്ത് ഇതിനെ നിഷേധിച്ചയാളാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും അധികം വരുമാനമുള്ള പാലക്കാട് ഡിവിഷൻ വിഭജിച്ചത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നിന്നും നേട്ടം കൊയ്യാനുള്ള BJPയുടെ തന്ത്രമാണ്. പാലക്കാട് ഡിവിഷൻ ഉൾപ്പെട്ട മംഗലാപുരം വിഭജിച്ച് മൈസൂരിൽ ചേർത്തതോടെ കേരളത്തിലെ വരാനിരിക്കുന്ന വികസനത്തെ പ്രതികൂലമായി ബാധിക്കും. 83 ദീർഘദൂര ട്രെയിൻ സർവീസ് നടത്തുന്ന മംഗലാപുരം മൈസൂർ ഡിവിഷനിൽ ചേരുന്നത് ജീവനക്കാർക്കും യാത്രക്കാർക്കും ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കേരളം സഹകരിക്കുന്നില്ലെന്ന പതിവ് പല്ലവി പറഞ്ഞാണ് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നത്. എന്നാൽ കോച്ച് ഫാക്ടറിക്കായി 213 ഏക്കർ സ്ഥലം വർഷങ്ങൾക്ക് മുൻപ് കേരളം കൊടുത്തെങ്കിലും ഇന്നും ഭൂമി തരിശായി കിടക്കുകയാണ്. മറ്റേതെങ്കിലും വ്യവസായ സ്ഥാപനം ആരംഭിക്കണമെന്ന ആവശ്യം കേന്ദ്രം നിരാകരിക്കുകയാണ്. MPമാരെയോ സംസ്ഥാനമായോ ഒരു ചർച്ചയും നടത്താതെയാണ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാൻ തീരുമാനിച്ചത്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ്. കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും MP VK ശ്രീകണ്ഠൻ പറഞ്ഞു. റെയിൽവേ സ്റ്റേഷന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് മംഗലാപുരമാണ്. കാരണം 83 ദീർഘദൂര ട്രെയിനുകൾ അവിടെ നിന്നും സർവീസ് നടത്തുന്നുണ്ട്. 83 ദീർഘദൂര സർവീസിൽ പാസഞ്ചർ കൂടാതെ, സ്പെഷ്യൽ ട്രെയിൻ കൂടാതെ, അത് പാലക്കാട് റെയിൽവേ ഡിവിഷന്റെയാണ്. ആ വരുമാനം പാലക്കാട് ഡിവിഷന്റെ രീതിയിലാണ് ഉൾപ്പെടുത്തുക. പാലക്കാട് ഡിവിഷന് കിട്ടുന്ന വരുമാനമായിട്ടാണ് ഈ 83-ലധികം ട്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഉള്ള സാഹചര്യം നഷ്ടപ്പെടുക പാലക്കാട്. മാത്രമല്ല, റെയിൽവേ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് നമ്മുടെ പാലക്കാട് റെയിൽവേ ഡിവിഷനാണ്. റെയിൽവേ കുറച്ചു കാലമായിട്ട് വികസന ഫണ്ട് കണക്കാക്കുന്നത് വരുമാനത്തിന്റെ ആനുപാതികം നോക്കിയിട്ടാണ്. സ്വാഭാവികമായിട്ടും വരുമാനത്തിൽ ഗണ്യമായ ഇടിവുണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കും? അത് വികസനത്തിന്റെ ഫണ്ട് കുറയും. ഇത് മൈസൂർ റെയിൽവേയുടെ ഭാഗമാക്കുമ്പോൾ എന്ത് സംഭവിക്കും? മംഗലാപുരത്ത് ഉള്ള വരുമാനം മുഴുവൻ മൈസൂർ ഡിവിഷന്റെ കീഴിലാണ്. ഇനി അത് മാത്രമല്ല, ട്രെയിനുകൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു സംവിധാനം ഇപ്പോൾ നിലവിൽ പാലക്കാടില്ല. ഇപ്പൊ ട്രെയിൻ ആരംഭിക്കാത്ത, എൻഡ് ചെയ്യാത്ത ഒരു ഡിവിഷനായിട്ട് പാലക്കാട് ഡിവിഷൻ മാറും. തീർത്തും അരോചകമാകും പാലക്കാട് ഡിവിഷൻ. വരുമാനം ഗണ്യമായിട്ട് കുറയും, യാത്രക്കാരുടെ സൗകര്യങ്ങളും കുറയും. ഇനി മംഗലാപുരത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രെയിനുകൾ ഈ വഴിക്കല്ല ആ വഴിക്കാ കൂടുതൽ വേണ്ടത് തീരുമാനിച്ചാൽ മൈസൂർ വഴിയാവും കൂടുതൽ ട്രെയിനുകൾ. അപ്പൊ കടുത്ത ആശങ്ക യാത്രക്കാർക്ക്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ ഭാരതപ്പുഴയോർത്ത് സജ്ജീകരിച്ച ഷൊർണൂർ നഗരസഭ അമൃത 2.0 ചിൽഡ്രൻസ് പാർക്ക് തുറന്നുകൊടുത്തു. P. മമ്മിക്കുട്ടി MLA പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭയുടെ നിളയോര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി നാട്ടിലെ കുട്ടികൾക്കായി ഭാരതപ്പുഴയോരത്ത് സജ്ജമാക്കിയ അമൃത 2.0 ചിൽഡ്രൻസ് പാർക്കാണ് വെള്ളിയാഴ്ച വൈകിട്ട് തുറന്നുകൊടുത്ത്. P. മമ്മിക്കുട്ടി MLA പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സന്ദർഭത്തിൽ ഇതിൽ പ്രവേശനമുണ്ടായിരുന്നില്ല. ഈ പണിക്ക് വേണ്ടി നിർത്തിവച്ചിരുന്ന
ആ നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ അത് ഇവിടെ വരുന്ന കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഉല്ലസിക്കുന്നതിനും വിനോദത്തിനും വിശ്രമിക്കുന്നതിനും കളിക്കുന്നതിനുമൊക്കെയായി സംവിധാനം ചെയ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തുറന്നു കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയിലാണ് നമ്മളൊക്കെ പങ്കെടുക്കുന്നതെന്നർത്ഥം. അത് ഇനിയും ഇതുമായി തന്നെ സമൂഹത്തിൽ വരുന്ന നാട്ടിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് ഇനിയും ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഉദ്ഘാടന ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല അധ്യക്ഷയായിരുന്നു. നഗരസഭാ സെക്രട്ടറി PS രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ VK അനുരാജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CK സൗമ്യ, C സന്ധ്യ, C രവീന്ദ്രൻ, K വിനോദ്, സുഭാഷ്, യൂസഫ്, GP ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞതോടെ പാർക്കിൽ ആസ്വദിക്കാൻ കുട്ടികളും രക്ഷിതാക്കളും എത്തിത്തുടങ്ങി. ന്യൂസ് സെന്റർ ഷൊർണൂർ. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഒലവക്കോട് റെയിൽവേ പോലീസും പാലക്കാട് RPFും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. 350 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കണ്ടെടുത്തത്. പുകയില ഉൽപ്പന്നങ്ങൾ ചില്ലറ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതാണെന്നും ചില്ലറ വിൽപ്പനക്കാർ മൊത്ത വിവരണക്കാരെ അറിയാതിരിക്കാനും വിതരണക്കാരെ പോലീസ് അറിയാതിരിക്കാനുമുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് പുകയില ഉൽപ്പന്നങ്ങൾ പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിച്ചതെന്ന സംശയത്തിലാണ് പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രവീൺ KJ, CPO ദീപക്, CPO ഗോകുൽ, RPF കോൺസ്റ്റബിൾ ശ്രീജിത്ത് എന്നിവർ ഓപ്പറേഷന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ സമര പോരാളികൾക്ക് ആവേശം പകർന്ന ദേശീയ ഗാനമായ വന്ദേ മാതരത്തെ കേരളത്തിലെ കോൺഗ്രസ് അപമാനിക്കുകയാണ് ചെയ്തതെന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. ന്യൂനപക്ഷ പ്രീണനം ശക്തമായി തുടർന്ന കോൺഗ്രസ് ആത്മാഭിമാനം പാണക്കാട് പണയം വെച്ചതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജ്യത്തിൻ്റെ ഐക്യവും ദേശീയഗാനവും സംരക്ഷിക്കാൻ BJP പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. BJP ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി പാലക്കാട്ട് സംഘടിപ്പിച്ച വന്ദേ മാതര സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രശാന്ത് ശിവൻ. ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിച്ച് ജിഹാദികൾക്ക് മുന്നിൽ മുട്ടിലിറങ്ങിയത് കൊണ്ട് തന്നെയാണ് ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ അടയ്ക്കുവാനെന്ന് കോൺഗ്രസ് പാർട്ടി ഇന്ന് ഇല്ലാതായി കേവലം 4 സംസ്ഥാനങ്ങളിലേക്ക് അധപ്പതിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ, ഈ നാട്ടിലെ ദേശസ്നേഹികളായ ആളുകൾ, ഇവിടുത്തെ പ്രബുദ്ധരായ മലയാളികൾ കോൺഗ്രസിന്റെ കാപട്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വന്ദേ മാതരത്തിനെതിരായ കോൺഗ്രസിന്റെ നിലപാടിനെ രാജ്യത്തെ പ്രതിഷേധം അലയടിക്കുകയാണ്. വന്ദേ മാതരത്തോട് മറ്റു സംസ്ഥാനങ്ങൾ കാണിക്കാത്ത വിവേചനമാണ് കേരളത്തിലെ കോൺഗ്രസ് കാണിച്ചത്. ന്യൂനപക്ഷ പ്രീണനം ശക്തമായി തുടരുന്ന കോൺഗ്രസ് ആത്മാഭിമാനം പാണക്കാട് പണയം വെച്ചു. രാജ്യത്തിന്റെ ഐക്യവും ദേശീയഗാനവും സംരക്ഷിക്കാൻ BJP പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. വന്ദേമാതര സദസ്സിനോടനുബന്ധിച്ച് സ്വാതന്ത്ര്യ സമരസേനാനി രത്നവേൽ ചെട്ടിയാരുടെ സ്മാരകമായ അഞ്ചുവിളക്കിൽ പുഷ്പാർച്ചന നടത്തുകയും വന്ദേമാതരം ആലപിക്കുകയും ചെയ്തു. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് കവിത മേനോൻ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ ഭാരവാഹികളായ AK ഓമനക്കുട്ടൻ, N ഷൺമുഖൻ, C മധു, TS മീനാക്ഷി, രവി അടിയത്ത്, സിന്ധു രാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ക്ഷേമ പെൻഷൻ വിതരണം അട്ടിമറിച്ച UDF സർക്കാരിനെതിരെ KSKTU മനശ്ശേരി വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മനശ്ശേരി വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഈ സമരം ഇവിടെ കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാനത്താകെ കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ക്ഷേമ പെൻഷൻ എന്ന പദ്ധതി നടപ്പിലാക്കിയത്. 1980 അധികാരത്തിൽ വന്ന സഖാവ് EK നായനാരുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത ആദ്യമായി കേരള സംസ്ഥാനത്ത് കർഷക തൊഴിലാളിക്കൊരു ക്ഷേമനിധിയും അതുപോലെ പെൻഷനും നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പഞ്ചായത്ത് അംഗം CC അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി M സുരേന്ദ്രൻ, CPIM ഏരിയ കമ്മിറ്റി അംഗം K കൃഷ്ണകുമാർ, ലോക്കൽ സെക്രട്ടറി M ഗോപാലകൃഷ്ണൻ, T വേലുദാസ്, M വിജീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിലെ 77-ാം നമ്പർ നെടുങ്ങോട്ടൂർ അംഗൻവാടിയിൽ വിവിധ പരിപാടികളോടുകൂടി ഓണാഘോഷം സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ കെ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. നെടുങ്ങോട്ടൂർ 77-ാം നമ്പർ അംഗൻവാടിയിൽ ശനിയാഴ്ച വിപുലമായ രീതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. രാവിലെ വയോമിത്രത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പൂക്കള മത്സരത്തോടുകൂടിയായിരുന്നു ഓണാഘോഷ പരിപാടിക്ക് തുടക്കം. ഓണാഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ കെ കൃഷ്ണകുമാർ നിർവഹിച്ചു. ഞാൻ ആദ്യമായി ഒരു ഓണ ആശംസ അർപ്പിക്കുകയാണ്. നമ്മളിന്ന് വളരെ ഗംഭീരമായി തന്നെ നമ്മുടെ വാർഡിലെ ഈ ഓണാഘോഷ പരിപാടി നടത്താൻ ഇന്ന് കഴിഞ്ഞ ദിവസം കൂടിയ കമ്മിറ്റി നമ്മൾ തീരുമാനിക്കുകയുണ്ടായി. നമുക്കറിയാം, ഈ കൗൺസിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ ഓണമാണ് നമ്മുടെ ഓണം. അത് ഒട്ടും മോശമാക്കാതെ നല്ല ഗംഭീരമായി തന്നെ നടത്തണം എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇതിന് ഒരുക്കങ്ങൾ ആരംഭിച്ചത്. ഇന്ന് നമ്മൾ ഇതിന് ഒരുക്കങ്ങൾ ആരംഭിച്ചപ്പോൾ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ, അമ്മമാരുടെ കലാപരിപാടികൾ, അതുപോലെ തന്നെ പൂക്കള മത്സരങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മുഴുവനായി ഓണക്കോടി വിതരണം ചെയ്യാൻ, നമ്മുടെ വാർഡിലെ ഹരിതകർമ്മ സേനയ്ക്ക് ഓണക്കോടി വിതരണം ചെയ്യാനും, അതിനുശേഷം നല്ല ഒരു ഓണസദ്യയോട് കൂടി നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കണം എന്നുള്ള വലിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിതിന് തുടക്കം കൊടുക്കുന്നത്. കൗൺസിലർ കെ കൃഷ്ണകുമാറിൻ്റെ വക തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാവർക്കർമാർ, അംഗനവാടി ടീച്ചർ, വർക്കർ എന്നിവർക്കുള്ള ഓണക്കിറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. ചടങ്ങിൽ SP മുരളി അധ്യക്ഷത വഹിച്ചു. നാരായണൻ നമ്പൂതിരി, സുബ്രഹ്മണ്യൻ നമ്പൂതിരി, അംഗനവാടി ടീച്ചർ ഗിരിജ, ശശി, അലി, ഇന്ദിര തുടങ്ങിയവർ സംസാരിച്ചു. ഓണസദ്യയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വൈകുന്നേരം വരെ നടന്ന ആഘോഷ പരിപാടിയിൽ നിരവധി പേർ പങ്കാളികളായി. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. ഓണത്തെ വരവേറ്റ് ചെറുതുരുത്തി നിള ബോട്ട് ക്ലബ്ബ് ഭാരതപ്പുഴയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന വള്ളത്തോൾ ട്രോഫി വള്ളംകളി ജലോത്സവ മഹോത്സവത്തിൽ ചെറുതുരുത്തിയിൽ നിന്നുള്ള 9 അംഗ ടീം മത്സരിക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ചരിത്രത്തിൽ ആദ്യമായാണ് ഭാരതപ്പുഴയിൽ ഇങ്ങനെയൊരു ജലോത്സവം നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നാട്ടുകാരും രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റു വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവരും ഒറ്റക്കെട്ടായാണ് ജലോത്സവത്തെ വരവേൽക്കുന്നത്. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പൂക്കള മത്സരം, ഓണക്കളികൾ, കൈകൊട്ടിക്കളി നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ജലോത്സവ ഘോഷയാത്ര MLA-മാരായ UR പ്രദീപ്, മാമ്മിക്കുട്ടി എന്നിവർ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി, ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല തുടങ്ങിയവർ സന്നിധരാകും. ജലോത്സവ മഹോത്സവത്തിൽ 9 വള്ളങ്ങൾ തുഴച്ചിലിനായി ഇറങ്ങും. വിജയികൾക്ക് ക്യാഷ് പ്രൈസും മൊമൻറ്റോയും MP-മാരായ K. രാധാകൃഷ്ണൻ, BK ശ്രീകണ്ഠൻ എന്നിവർ വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളന ഉദ്ഘാടനത്തിൽ നൽകുമെന്ന് ഭാരവാഹികളായ രാജീവ് പിള്ളത്ത്, M. ഉണ്ണികൃഷ്ണൻ, KK ശിവശങ്കരൻ, KH ജിതേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ അറിയപ്പെടുന്ന വള്ളംകളിയായി വള്ളത്തോൾ ട്രോഫി വള്ളംകളിയെ മാറ്റണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രാരംഭമായി നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ ഇവിടെ ട്രോഫി വള്ളത്തോൾ ട്രോഫി വള്ളംകളി ഇവിടെ തുടങ്ങുകയാണ്. ഇതൊരു ആരംഭമായിരിക്കും. തീർച്ചയായും ഇതിപ്പോൾ തന്നെ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട്. അടുത്ത വർഷം വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനേക്കാൾ ഒരുപാട് വിപുലമായ പരിപാടികളിലേക്ക് നടത്തുന്നതിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റന്നാൾ നടക്കുന്നത് കൃത്യം 2 മണിക്ക് തന്നെ ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് തുടങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫ്ലാഗ് ഓഫ് നടത്തുന്നത് നമ്മുടെ ഇവിടെ ചേലക്കര നിയോജകമണ്ഡലത്തിൻ്റെ MLA ശ്രീ UR പ്രദീപും എന്നുള്ളതാണ്. മറ്റൊന്ന് നീള ഗ്രൂപ്പാണ് ഒരു ഇതിൻ്റെ പ്രായോജകർ, മറ്റൊന്ന് കുടുംബിനി സൂപ്പർ മാർക്കറ്റാണ്, ഒന്ന് റിവർ റിട്രീറ്റ് ആണ്, ഒന്ന് ജംഗിളാർക്ക് ഹോം സ്റ്റേ ആണ്, ഒന്ന് സൂപ്പർ വാല്യൂ സൂപ്പർ മാർക്കറ്റാണ്, മറ്റൊന്ന് നിള ബോട്ട് ക്ലബ്ബാണ്, മറ്റൊന്ന് മലബാർ ഇലക്ട്രോണിക്സ് ആണ്, മിലാനോ സ്പോർട്സ് ആണ് മറ്റൊരു പ്രായോജകർ, റോയൽ സൂപ്പർ മാർക്കറ്റ് ചേലക്കര മറ്റൊന്ന്. അങ്ങനെ 9 ആളുകളാണ് ഈ ഓരോ ബോട്ടുകളെയും സ്പോൺസർ ചെയ്യുന്നത്. അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വള്ളംകളി ദിവസം കാലത്ത് ഇവിടെ നറുക്കെടുക്കുക, അങ്ങനെയാണ് ഓരോ ക്ലബ്ബുകളെയും ഓരോ പ്രായോജകർക്ക് കിട്ടുക. അങ്ങനെയാണ് 2 മണിക്ക് തന്നെ നമ്മുടെ ജലഘോഷയാത്ര കൃത്യമായി ആരംഭിക്കും. 9 വള്ളങ്ങളും നിരന്നു നിന്ന് വർണ്ണശബളിതമായൊരു ഘോഷയാത്രയാണ് ഈ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ് ജലഘോഷയാത്ര നടക്കുക. തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ PWD കൊച്ചിൻ പാലമാണ്. അവിടുന്ന് ഇങ്ങോട്ട് റെയിൽവേ പാലത്തിന് അങ്ങോട്ടാണ് ഇതിൻ്റെ മത്സരം നടക്കുന്നത്. 3 വള്ളങ്ങളായി മത്സരിക്കണമെന്നാണ് ഇപ്പോൾ അതിൻ്റെ അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര പൂലോടി ക്ഷീരോത്പാദകരണ സഹകരണ സംഘത്തിൻ്റെയും
ക്ഷീരവികസന വകുപ്പിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്ഷീര മൈത്രി ക്ഷീര കർഷക സംഗമം സംഘടിപ്പിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA വിനീത പരിപാടി ഉദ്ഘാടനം ചെയ്തു. തന്നെ പാല് വരുന്നത്, അപ്പോൾ മായം കലർന്ന പൊടികളൊക്കെ കലർത്തിട്ടാണ് ആ പാക്കറ്റ് പാല് തന്നെ നമുക്ക് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വിഷരഹിതമായ പാല് തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് ഉൽപ്പന്നം എന്താണ്? ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ വീട്ടിൽ പശു ഉള്ളത്, നമ്മൾക്ക് അത് നല്ല പാല് കൊണ്ട് ഉപയോഗിക്കാം. നമുക്ക് നമ്മുടെ വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ നമ്മൾക്കത് ഉപയോഗിക്കാം. അതേപോലെ കുറഞ്ഞു വരുന്ന ഈ സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടുവരുന്നത്. അതേപോലെ പശു വളർത്തുന്ന അതിന് എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടുകളാണുള്ളത്. അവർക്ക് തീറ്റ കൊടുക്കണം, അതേപോലെ പിണ്ണാക്ക്, അതിന് എന്താ പറയുക, കാലിത്തീറ്റ എന്നിവരെ വില കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. സംഘം പ്രസിഡന്റ് KS സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന വകുപ്പ് വാർഷിക പദ്ധതികളെക്കുറിച്ച് ഡയറി ഫാം ഇൻസ്പെക്ടർ TV ദീപ്തി വിശദീകരിച്ചു. കറവ പശുരോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ കല്ലൂർ വെറ്ററിനറി ആശുപത്രിയിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ യു ജയേഷ് ക്ലാസ് എടുത്തു. കൂടുതൽ പാലളത കർഷകൻ KC സഹദേവൻ, കൂടുതൽ പാലളത കർഷക V നൂർജഹാൻ, മുതിർന്ന ക്ഷീര കർഷകൻ ഭാസ്കരൻ, മുതിർന്ന ക്ഷീര കർഷക K രത്നകുമാരി, ഏറ്റവും കൂടുതൽ ഗുണനിലവാരമുള്ള പാലളത കർഷക മാധവിക്കുട്ടി ഉപഹാരം നൽകി ആദരിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് TA സുജാത, രത്നകുമാരി, P ശ്രീകുമാർ, സ്മിത, രാമകൃഷ്ണൻ, P സിന്ധു എന്നിവർ സംസാരിച്ചു. KB ഉണ്ണീഷൻ സ്വാഗതവും S സുനിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാർത്തകൾ തുടരുന്നു. കോങ്ങാട് ലഹരി വിമുക്ത സമിതി അവലോകന യോഗം ചേർന്നു. കോങ്ങാട് MLA ഓഫീസിൽ ചേർന്ന യോഗത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വാർഡ് മെമ്പർമാർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി പോലീസ് എക്സൈസ് വകുപ്പുകൾ നടത്തുന്ന ഓപ്പറേഷൻ തൂപ്പാം, ഓപ്പറേഷൻ തണ്ടർ പരിപാടികളും ഓണവിശേഷ ദിവസങ്ങളിൽ നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവ് പ്രോഗ്രാമും വിശദീകരിച്ചു. ലഹരി വിപണനത്തിനെതിരെയും എല്ലാവരും ജാഗരൂകരായിരിക്കണമെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. തെളിവുകൾ പല ക്യാമ്പസുകളിലും എന്തിനേറെ പറയുന്നു, കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ പരിസരങ്ങളിൽ പോലും ഇതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് ഈ ജാഗ്രതാ സമിതികളിൽ പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, അതുപോലെ തന്നെ NCC, അതുപോലെ NSS, അതുപോലെ തന്നെ സ്റ്റുഡൻറ് പോലീസ്, ഇങ്ങനെ എല്ലാ വിഭാഗം കൂട്ടായ്മകളുടെയും ഒരു കൂട്ടായിട്ടുള്ള ഒരു സഹകരണവും പിന്തുണയും തീർച്ചയായിട്ടും ഈ പ്രവർത്തനങ്ങളിൽ ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പലപ്പോഴും ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും എക്സൈസ് വകുപ്പിന്റെ ആണെങ്കിലും ഇത്തരത്തിലുള്ള അന്വേഷണത്തിനോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ട് എന്ന് രഹസ്യമായിട്ട് വിവരം കിട്ടി അവിടേക്ക് പോകുമ്പോഴേക്കും ആ ആളുകളിലേക്ക് ഇവർ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം അവിടെ ലഭ്യമായ ഈ സാധനങ്ങളുടെ ഡ്യൂട്ടി മുതലടക്കം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ഒരു കൂട്ടായ്മ നമുക്ക് കക്ഷി രാഷ്ട്രീയത്തിനും മറ്റെല്ലാ ഭിന്നതകൾക്കും അപ്പുറത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ അതിൽ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ അതിനംഗങ്ങളായി വളരെ വിജിലൻ്റായിട്ട് മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെ ആ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് നിർവഹിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഈ മീറ്റിംഗ് വളരെ നേരത്തെ കൂടേണ്ടതായിരുന്നു. ഞാനൊരു മിനിസ്റ്റർ എന്നുള്ള നിലയിൽ എൻ്റെ ഔദ്യോഗിക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ 3 മാസം തികച്ചിട്ടേക്കു കഴിഞ്ഞു. പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു. എക്സൈസ് ഉദ്യോഗസ്ഥരായ M റിയാസ്, ജിജോയ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പുഷ്പലത, ബേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാരണാസി അമൃതം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ ക്യാൻസർ, കിഡ്നി, കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. വാരണാസിയിലുള്ള BRC ഹാളിലായിരുന്നു പരിപാടി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാരണാസി അമൃതം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് നിർധനരായ ക്യാൻസർ, കിഡ്നി, കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്ത്. ശനിയാഴ്ച രാവിലെ വാരണാസിയിലുള്ള BRC ഹാളിൽ വെച്ചായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം ബേബി ബാബു ഓണക്കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാരണാസി മലബാർ ഗ്രൂപ്പ് ഹംസഹാജി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ അമൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ശ്രീലത ടീച്ചർ അധ്യക്ഷയായിരുന്നു. കൺവീനർ TM ഗോപികൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ 10ാം വാർഡ് മെമ്പർ ജുനൈദ്, TM മോഹനകുമാർ, TP രാജീവ്, ശോഭ, മോഹനകൃഷ്ണൻ, അസീസ് സേതലവി എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ തനിമ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ MP പരമേശ്വരൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു.
ഡോക്ടർ CM നീലകണ്ഠൻ മുഖ്യാതിഥിയായിരുന്നു. തനിമ ഓണ പതിപ്പ് പ്രകാശനവും ഇതോടനുബന്ധിച്ച് നടന്നു. ഒരു 300 കൊല്ലം 400 കൊല്ലം അല്ലെങ്കിൽ 1000 ആണ്ട് കഴിയുമ്പോഴാവും ഇതിൻ്റെയൊക്കെ മൂല്യം പ്രാധാന്യം നമുക്ക് വിലയിരുത്താൻ സാധിക്കും. വിവേകാനന്ദനെ കുറിച്ച് ഒരു വലിയ മഹാൻ അദ്ദേഹത്തെക്കുറിച്ച് കമൻ്റ് ചെയ്തിട്ടുണ്ട്. വിവേകാനന്ദൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ 150 കൊല്ലം 200 കൊല്ലം അല്ല, ചിലപ്പോൾ ഒരു 500 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും വിവേകാനന്ദൻ്റെ പ്രവർത്തനത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക തലം വിലയിരുത്തപ്പെടുക എന്ന്. ഇതുപോലെയാണ് ബുദ്ധൻ്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ശങ്കരാചാര്യരുടെ പ്രവർത്തനവും അതുപോലെ വിവേകാനന്ദൻ്റെ പ്രവർത്തനവും അതുപോലെയുള്ള നമ്മുടെ സമൂഹ. ഷൊർണൂർ നഗരസഭാ കൃഷിഭവനിൽ ഓണ സമൃദ്ധി 2026 കർഷക ചന്ത പ്രവർത്തനം ആരംഭിച്ചു. ശനിയാഴ്ച രാവിലെ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി. നിർമ്മല ചന്തയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഉത്രാടം വരെ ചന്ത പ്രവർത്തിക്കും. ഷൊർണൂർ നഗരസഭാ കൃഷിഭവനിൽ ശനിയാഴ്ച രാവിലെയാണ് ഓണസമൃദ്ധി 2026 കൃഷിചന്തയ്ക്ക് തുടക്കം കുറിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി. നിർമ്മല ചന്ത ഉദ്ഘാടനം ചെയ്തു. കൃഷിഭവന്റെയും കാർഷിക വികസന ക്ഷേമ വകുപ്പിൻ്റെയും കീഴിൽ ചന്ത സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഹോർട്ടികോർപ്പിൻ്റെയും അതുപോലെ തന്നെ പാടശേഖരത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. നമ്മുടെ ഈ ആഘോഷവും അതുപോലെ തന്നെ ആഘോഷവേളകളിലെല്ലാം പൊതുവിപണിയിൽ നല്ല വിലക്കയറ്റം ഉണ്ടാവും. അത് പിടിച്ചു നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി അതുപോലെ തന്നെ നല്ല ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ഒരു വിചാരത്തോടും കൂടിയാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ചന്തകളെല്ലാം സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ CK സൗമ്യ, സന്ധ്യ, രവീന്ദ്രൻ, കൗൺസിലർ VK ശ്രീകൃഷ്ണൻ, കൃഷി ഓഫീസർ ബിജു തുടങ്ങിയവർ സംസാരിച്ചു. പാടശേഖര സമിതി ഭാരവാഹികൾ, കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചടങ്ങിൽ ആദ്യ വിൽപ്പനയും ഉണ്ടായിരുന്നു. ഉത്രാടം വരെ ചന്ത പ്രവർത്തിക്കും. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിച്ചതിന് പിന്നിൽ കർണാടക ലോബിയാണെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിലൂടെ പാലക്കാടിൻ്റെയും കേരളത്തിൻ്റെയും വികസനം ഇല്ലാതാക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്നും MP. മുന്നറിയിപ്പുകളോ ചർച്ചകളോ ഇല്ലാതെ റെയിൽവേ ഡിവിഷൻ വിഭജിച്ചതിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും VK ശ്രീകണ്ഠൻ. ഷൊർണൂർ നഗരസഭയുടെ നിളയോര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്കായി ഭാരതപ്പുഴയോർത്ത് സജ്ജമാക്കിയ അമൃത് 2.0 ചിൽഡ്രൻസ് പാർക്ക് തുറന്നുകൊടുത്തു. കുട്ടികൾക്കിനി ആസ്വാദനത്തിൻ്റെ നാളുകൾ. ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഉദ്ഘാടനം P. മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. ഓപ്പറേഷൻ തൂഫാൻ പരിശോധന. ഒലവക്കോട് പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 350 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് ഒലവക്കോട് റെയിൽവേ പോലീസും പാലക്കാട് RPFും എന്നിവയുടെ സംയുക്ത പരിശോധനയിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.